ഹലോ, ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ ഒരു ബ്രൗണി ഉണ്ടാക്കിയാലോ? മെഷറിംഗ് കപ്പൊന്നും ഇല്ലാതെയാണ് ഇന്ന് നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ 4 പാർട്ടുണ്ട്. അതിൽ ഒരു പാർട്ട് നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ചെറുതായിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ദെൻ നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിൽ നമ്മൾ ഈ ഒരു സ്റ്റീൽ കപ്പാണ് ഇതിലാണ് കേട്ടോ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 1/4 പാർട്ട് പഞ്ചസാര എടുക്കാം. ദെൻ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. നമ്മൾ നേരത്തെ പഞ്ചസാര എത്രയാണോ എടുത്തത് സെയിം അളവിൽ തന്നെ നമുക്ക് മൈദയും എടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അരിപ്പ് വെക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ കോഫി പൗഡർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, വേറൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മിക്സും ചോക്ലേറ്റിൻ്റെ നേരത്തെ മെൽറ്റാക്കിയിട്ടില്ലേ അതും കൂടി ഇതിൽ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണ് പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കേക്കിൻ്റെ കൺസിസ്റ്റൻസിയേ അല്ല കേട്ടോ. നമുക്ക് നല്ല തിക്കായിട്ട് വേണം ബ്രൗണിയുടെ ആ ഒരു ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നല്ല ഒരുപാട് തിക്കാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് മുട്ടയോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തോ നമുക്കിതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്രൗണിയുടെ കൺസിസ്റ്റൻസി വരുന്നത്. നല്ല ഫഡ്ജിയാണ് കേട്ടോ ഇത്രയും തിക്കിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ. ഇനി നമുക്ക് എയർ ഫ്രയർ 5 മിനിറ്റിൽ 180 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം. ഇനി ബ്രൗണി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ഇതിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളയാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു വലിയ ബാറില്ലേ, ആ ബാറിൽ കുറച്ച് പാർട്ട് നമ്മൾ ഇതുപോലെ മാറ്റി വെക്കണം. നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് കൊടുക്കാനാണ്. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 160 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാം. ഒരു സ്ക്വയർ ഇട്ടൊന്ന് കുത്തി വെക്കുമ്പോഴത്തേക്കും വെന്തിട്ടുണ്ടോ എന്ന് അറിയാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്സും കൂടി ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞൊരു മെഷർമെൻറ്റിലും ആ ഒരു ടെമ്പറേച്ചറിലും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബ്രൗണി കിട്ടും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നേ. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരിയാണ് കേട്ടോ കഴിക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ.